വിൽപത്രമോ ഒക്കെ ആണെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൂടുതൽ വേണ്ടി വരും. അതിനകത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പേപ്പറാണ് ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ്. കാരണം ഈ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമുക്ക് മിനിമം ഒരു 3 to 6 months എങ്കിലും എടുക്കും. ഞാൻ അജീഷ് നാരായണൻ. റിയൽറ്റിയുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം നമുക്കൊരു ലോൺ അവൈൽ ചെയ്യാൻ? സാധാരണഗതിയിൽ നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സെയിലിന് റിയൽ എസ്റ്റേറ്റ് സെയിൽ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ് തയ്യാറാക്കണോ ഡോക്യുമെന്റ്സ് തന്നെയാണ് ബാങ്ക് ലോൺ എടുക്കുമ്പോഴും നമുക്ക് ആവശ്യം വരിക. ശരിയാ. അതിനകത്ത് 2 ടൈപ്പ് ഡോക്യുമെന്റ് വേണമല്ലോ നമുക്ക് എന്തായാലും. ഇപ്പൊ നമ്മള് ബൈ ചെയ്യുന്ന ആളുടെ ഇൻകം തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് തൊട്ടിട്ട് ലീഗൽ പേപ്പേഴ്സ് രണ്ടും കൂടി കോമ്പിനേഷൻ വന്നാലാണല്ലോ ബാങ്കിലേക്ക് കൊടുത്തത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞത്? സാധാരണ ഇതിൽ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് അതിനെ ഈ രീതിയിലാണ് കാണുന്നത്. നാളുകളിൽ ഏതെങ്കിലും രീതിയിൽ ഡ്യൂ വരികയോ തിരിച്ചടവ് മുടങ്ങുകയോ ചെയ്താൽ ബാങ്കിന് പൊസിഷൻ എടുക്കാൻ ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായി. ഭാവിയിൽ ഒരു ലീഗൽ കോൺഫ്ലിക്റ്റും ഇതിന്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിന് ടൈറ്റിൽ ഡീഡ് ഉണ്ടാവണം, അതിന്റെ പ്രയർ ഡീഡ്സ് ഉണ്ടാവണം. പ്രയർ ഡീഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2-3 ആധാരങ്ങളെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇതൊക്കെ തീരാധാരങ്ങളാണെങ്കിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. പക്ഷെ ഇത് സെറ്റിൽമെന്റ് ഡീഡോ ഭാഗപത്രമോ വിൽപത്രമോ ഒക്കെ ആണെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൂടുതൽ വേണ്ടി വരും. നമ്മൾ ലോണുമായിട്ടൊരു കസ്റ്റമർ വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിന് ഏതെങ്കിലും ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ വേണോ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പോ ലീഗൽ ഹെയർഷിപ്പോ വേണോ, അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ ആധാരങ്ങളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും കാരണവന്മാർ എഴുതി വയ്ക്കും, ഏതെങ്കിലും സഹോദരിക്ക് ഒരു 1000 രൂപ കൊടുത്തിട്ട് റിസിപ്റ്റ് വാങ്ങണം എന്നൊക്കെ എഴുതി വയ്ക്കും. അതൊക്കെ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ പിൽക്കാലത്ത് ഇത് പ്രശ്നമാവും. അപ്പോൾ അവരുടെ അവകാശികളെ കൊണ്ട് അവരുടെ അവകാശികളാണെന്ന് തെളിയിച്ച് ആരാണെന്ന് തെളിയിച്ച് അവരുടെ അവകാശികളിൽ നിന്ന് റിസിപ്റ്റൊക്കെ മേടിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ള ചില പേപ്പറുകൾ നമുക്ക് വരാറുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പേപ്പറാണ് ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ലീഗൽ ഹയർഷിപ്പ് അല്ലേ? അതെ. അത് ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം. അതെ. കാരണം ഈ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമുക്ക് മിനിമം ഒരു 3 to 6 months എങ്കിലും എടുക്കും അല്ലേ? അതിന്റെ ഒരു പ്രോസസ്സ് എന്താണത്? ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണെന്നതിൽ ഈ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പിന്തുടർച്ച അവകാശ നിയമം അനുസരിച്ചിട്ടാണ് ലീഗൽ ഹെയർഷിപ്പ് തീരുമാനിക്കപ്പെടുന്നത്. അത് എല്ലാവർക്കും ഒരേപോലെയല്ല. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യൻസിനൊക്കെ അവരവരുടെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ വ്യത്യാസമാണ് നമ്മുടെ രാജ്യത്ത്. ഇതനുസരിച്ചാണ് ഒരാളുടെ അവകാശികൾ ആരൊക്കെയാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും ലീഗൽ സർട്ടിഫിക്കറ്റും ഒരേ ഡോക്യുമെന്റ് തന്നെയാണ്. അതെ. പക്ഷേ ഒന്ന് വില്ലേജിൽ അപേക്ഷ കൊടുത്ത് വില്ലേജ് ഓഫീസർ പഠിച്ച് വില്ലേജ് ഓഫീസർ തരുന്ന സർട്ടിഫിക്കറ്റാണ് റിലേഷൻ സർട്ടിഫിക്കറ്റ്. പക്ഷേ ലീഗൽ ഹെയർഷിപ്പ് എന്ന് പറയുന്നത് വില്ലേജിൽ തന്നെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ചെയ്ത് താലൂക്കിൽ പോയി താലൂക്കിൽ നിന്ന് തിരുവനന്തപുരം പോയി ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇതിലെന്തെങ്കിലും തർക്കങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ വേറെ ആർക്കെങ്കിലും അവകാശങ്ങളുണ്ടോ എന്നുള്ളത്. അതിനുശേഷം അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കണ്ടിട്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇത് പലർക്കും വ്യത്യസ്തങ്ങളായിരിക്കും നിയമങ്ങളനുസരിച്ചിട്ട്. പക്ഷേ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പിന്തുടർച്ചാവകാശി അവൻ്റെ ഈ ബാങ്ക് ലോണുകൾ, ബാങ്ക് ഡെപ്പോസിറ്റുകൾ, ഈ സ്ഥലം എന്നിവയ്ക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ശരിക്കും നിയമപരമായിട്ട് ഒരാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനമാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്. പലപ്പോഴും പ്രത്യേകിച്ച് നമ്മളുടെ സ്ഥല വിൽപ്പനയും ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട്. മനസ്സിലായി. ഇനി ഞാൻ അതിനകത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പം ഹോം ലോൺ കൊടുക്കുന്ന സമയത്തില്ലേ, ഇപ്പം എനിക്കറിയില്ല അത് ഈ ഇൻഷുറൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? അതായത് നമുക്ക് പറയാം ഇപ്പോഴത്തെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്, ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. അതെ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഇൻഷുറൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? കാരണം ഇത് വീട്ടുകാർക്ക് ഇതൊരു ബാധ്യത ആവരുതല്ലോ. ഈ ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ലോൺ എടുക്കുമ്പോൾ ഇപ്പോൾ അവിവാഹിതനായ ഒരാളാണ് ലോൺ എടുക്കണമെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുത്തേ മതിയാവും. ശരി. അത് എല്ലാ ബാങ്ക്സും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ഗ്യാരണ്ടർ ആവണം. കാരണം നമുക്ക് ഒരാൾ ലോൺ എടുക്കുന്ന ഒരാളൊരു സിംഗിൾ പേഴ്സൺ ആണ്. അയാൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാങ്കിന്റെ ഈ തിരിച്ചടവ് മുടങ്ങരുത്. അതുകൊണ്ടാണ് ഒന്നുകിൽ അവർക്ക് ഗ്യാരണ്ടർ ഉണ്ടാവണം. ഇപ്പോൾ വിവാഹിതനായ ഒരാൾക്ക് ഭാര്യ ജോയിന്റ് ആപ്ലിക്കൻ്റ് ആയിരിക്കും, ഭാര്യയാണെങ്കിൽ ഭർത്താവ് ജോയിന്റ് ആപ്ലിക്കൻ്റ് ആവും. അപ്പോൾ അവിവാഹിതനാണെങ്കിൽ തീർച്ചയായും അവർ ഇൻഷുറൻസ് എടുത്തേ മതിയാവുള്ളൂ.
മനസ്സിലായി. പക്ഷേ ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രെഡ് വിന്നർ ആയിട്ടുള്ള ഒരാളാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെവി എമൗണ്ട് ഒരിക്കലും കുടുംബത്തിന്റെ മേൽ വരില്ല. അതെ, അതൊരു വലിയ സുരക്ഷിതത്വം തന്നെയാണ്. അത് എടുക്കണം. അത് ഞാനും എപ്പോഴും ആരുടെ അടുത്ത് പറയുമ്പോഴും എന്ത് ലോൺ എടുത്താലും ഞാൻ പറയും, നിങ്ങൾ സൈഡിൽ ഇത് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് എപ്പോഴും എടുത്തേക്കണം കേട്ടോ. കാരണം വീട്ടുകാർക്ക് ഇതൊരു ബാധ്യത ഉണ്ടാവരുത്. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ഹോം ലോൺസ്, കൊമേഴ്ഷ്യൽ ലോൺസ്, അങ്ങനത്തെ എന്ത് പരിപാടിയായാലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം ഇതുപോലെ ലൈനപ്പ് ചെയ്ത്, അതുപോലെ തന്നെ ലീഗൽ കാര്യങ്ങൾ ഇതൊക്കെ ലൈനപ്പ് ചെയ്ത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം.